അങ്ങനെ നമ്മുടെ രാജീവൻ നിധിയോട് ഓരോന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട്. സുധീഷ് എന്നെ ഒക്കെ എടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിധി എന്തായാലും ഒന്നും വിശ്വസിക്കാൻ കൂട്ടാക്കണില്ല. അവൾ വേഗം ഒന്നും മുണ്ടാതെ അച്ഛനൊന്നും എതിർത്ത് പറയാതെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. പിന്നെ കാണിക്കണത് എന്തായാലും നമ്മുടെ സുഭാഷും ഹരീഷും നികേഷും കൂടി സുധീഷിനെ തെരഞ്ഞു വരുന്നുണ്ട്. അവരുടെ നാട്ടിലേക്ക് എത്തിയിട്ട് ഇനി നമ്മുടെ നികേഷ് ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടനോട് ചോദിക്കുന്നുണ്ട്, ഇനി നമ്മൾ എങ്ങോട്ടാണ് പോവുക സുഭാഷ് ഏട്ടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷ് ഏട്ടനോട് നമ്മൾ ഹരീഷ് പറഞ്ഞിട്ട് എന്തായാലും നമ്മളെ രാജീവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പോയി അയാളോട് ചോദിക്കുക, എവിടെ എൻ്റെ ഏട്ടനെ നിങ്ങൾ ഒളിപ്പിച്ചണമെന്നൊക്കെ ചോദിക്കുക എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ പറഞ്ഞ് നിൽക്ക് നമുക്ക് എന്താ വേണ്ട നമുക്ക് ആലോചിക്കുക എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് വീണ്ടും നമ്മൾ നീതു നമ്മുടെ ഹരീഷിനെ വിളിക്കുന്നുണ്ട്. ഹരീഷിനാണെങ്കിൽ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. ഏട്ടന്മാരോട് പറയണ്ട ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഏട്ടന്മാരുടെ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് അവളോട് കുറേ തേറി വിളിക്കുന്നുണ്ട്. അവളോട് പറയുന്നുണ്ട്, നിന്നോടല്ലേ ഞാൻ പറഞ്ഞ പിന്നെ വിളിക്കാമെന്ന്, നീ എന്നെ മനസ്സമാധാനം കളഞ്ഞി അടങ്ങും, നീ എന്താ ഒന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാത്തതെന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് നമ്മുടെ നീതു പറയുന്നത്, എന്താ ഇപ്പം ഇത്രയും ദിവസം എന്നോട് വർത്താനം പറഞ്ഞിട്ട് പെട്ടെന്ന് എന്താ ഇപ്പം ദേഷ്യം എന്നൊക്കെ പറയുന്നത്, ഈ പെണ്ണിനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് അവൻ വേഗം ഫോൺ എടുത്ത് എറിഞ്ഞ് താഴത്തേക്ക് പൊട്ടിക്കുന്നുണ്ട്. ആ ഫോൺ 2 കഷ്ണമായി മാണ്ട. ആ സമയത്ത് നമ്മുടെ നികേഷ് ഓടി വന്നിട്ട് ചോദിക്കേണ്ടത്, എന്തിനാ ഏട്ടാ ഈ ഫോൺ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതൊന്നിനും പറ്റില്ല, അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പോയല്ലോ എന്ന് പറയുന്നുണ്ട്. ഫോണാണെങ്കിൽ ഇനി ഓൺ ആവണില്ല എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ഹരീഷ് പറഞ്ഞു, അത് പോട്ടെ അത് സാരമില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ വാങ്ങി പോക്കറ്റിലിടുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന അപ്പോഴേക്കും നമ്മുടെ സുധീഷ് ആണെങ്കിൽ അവിടെ ഒരുപാട് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് വിശക്കണേ, എനിക്ക് വെള്ളം തായ്ക്കണേ, ഒരു ഇത്തിരി വെള്ളമെങ്കിലും താടാന്നൊക്കെ പറഞ്ഞാൽ ഗുണ്ടകളോട് ഒരുപാട് ശബ്ദം ഇടുന്നുണ്ട്. അപ്പോൾ ഈ ഗുണ്ടകൾക്ക് ദേഷ്യം വന്നിട്ട് ഇനി വെള്ളം കൊടുത്തിട്ടില്ലെങ്കിൽ ഇവൻ ചത്തുപോകുമെന്ന് പറഞ്ഞിട്ട് അവർ പുറത്ത് പോയി വെള്ളം വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ സുധീഷ് നോക്കുമ്പോൾ അവർ ഫോൺ മറന്നു വെച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അവൻ വേഗം എല്ലാ കസാല മെല്ലെ നീക്കി ആ ഫോണിൻ്റെ അടുത്ത് പോയിട്ട് അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഫോണിന് ഇതില്ല ഞാൻ മതിയായിരുന്നു, ലോക്കില്ല ഞാൻ മതിയായിരുന്നു. എന്തായാലും തുറന്ന് നോക്കുമ്പോൾ ഫോണിന് ലോക്കില്ല. അപ്പം വേഗം അവൻ നമ്മുടെ ഹരീഷിൻ്റെ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ഹരീഷിൻ്റെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ്. അയ്യുവിന് ദേഷ്യം എന്ന് സുധീഷ് പറഞ്ഞു, ഈ നേരത്തെ എന്തിനാ ഈ ചെക്കൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സുധീഷ് വേഗം വീണ്ടും നമ്മുടെ സുഭാഷ് ഏട്ടൻ്റെ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ്റെ നമ്പർ ഓർമ്മയൊന്നും കിട്ടില്ല. എന്തായാലും ഒരു വിധത്തിൽ അവൻ ഓർമ്മ വെച്ചിട്ട് നമ്മുടെ സുഭാഷ് ഏട്ടനെ വിളിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടനെ വിളിക്കുന്ന സമയത്ത് സുഭാഷ് ഏട്ടൻ ആദ്യം എടുക്കുന്നില്ല. പിന്നെ ഹരീഷ് നിർബന്ധിക്കൊണ്ട് നമ്മുടെ സുഭാഷ് ഏട്ടൻ വേഗം രണ്ടാമത് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയുന്നത്, ഏട്ടാ ഞാനാണെന്നൊക്കെ പറഞ്ഞു. അയ്യോ നീ എവിടെ ഇടാന്ന് പറയണ്ട. ആ സമയത്ത് നമ്മുടെ സുധീഷ് എല്ലാ സംഭവവും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവനെ എവിടെ അടച്ചിട്ടുണ്ട് എല്ലാ സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഹരീഷ് പറഞ്ഞു, നീ ലൊക്കേഷൻ അയക്കുമോ? ലൊക്കേഷനൊന്നും എനിക്ക് അയക്കാൻ പറ്റിയ അവസ്ഥയിലല്ല, ഞാനിപ്പോൾ കാലം കൊണ്ട് ഡയൽ ചെയ്തിട്ടാണ് വിളിക്കണേ, എൻ്റെ അവസ്ഥ എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുധീഷ് വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ സുഭാഷും ഹരീഷും നികേഷും കൂടി ആ സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഗുണ്ടകൾ തിരിച്ച് വന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, എന്താടാ നീ ആരോടോ സംസാരിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അപ്പോഴേക്കും അവൻ വേഗം ഫോൺ ഉന്തിയിടുന്നു. എന്തോ അവൻ ഉന്തിയിട്ടു എന്നൊക്കെ പോയി നോക്കണ സമയത്ത് ഫോണാണ് ഒരുപാട് ഇട്ട ഗുണ്ടകൾ അടിച്ചിട്ട് അവൻ്റെ വായൊക്കെ കെട്ടിയിട്ട് ഇവർ വരുമ്പോഴേക്കും വേറെ സ്ഥലത്തേക്ക് മാറ്റാൻ നോക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.